ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇഡി ഉടൻ ചോദ്യം ചെയ്യും. ഫെബ്രുവരി ആദ്യവാരം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം. ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് പൂർത്തിയാകും. സജോ ദേവസിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സജോ, നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇഡി. കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി എന്നുള്ള വിവരം വന്നിരുന്നു. മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ എപ്പോഴാണ്? റോഷ്നി, ഗുഡ് മോർണിംഗ്. അതായത് ഈ കേസിൽ വളരെ നിർണായകമായ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചതാണ്. റെയ്ഡ് അടക്കം നടത്തി തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ പോകാൻ ആദ്യഘട്ടത്തിൽ മൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് SITക്ക് കത്തയച്ചു. അതിനുശേഷമുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഈ കേസിൽ മുരാരി ബാബു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കാഴ്ച കണ്ടു. അതുകൊണ്ട് ആദ്യ ചോയ്സ് മുരാരി ബാബുവിലേക്ക് തന്നെ പോകും എന്ന് നമ്മൾ നേരത്തെ വിലയിരുത്തിയതാണ്. നോട്ടീസ് നൽകുകയാണ് ആദ്യവാരം തന്നെ. അതായത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി ആദ്യവാരം തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനം, നേരത്തെ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധന ഇഡി നടത്തുകയായിരുന്നു. അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് സ്വർണ്ണമടക്കം പിടികൂടുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ സുപ്രധാന നടപടിയായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകം എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ട്, അവരുടെ പങ്ക് വെളിപ്പെടുന്ന പക്ഷം സാധാരണ ഏതൊരു കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് പോവുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ജയിലിൽ കഴിയുന്ന ആളുകളെയും ചോദ്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇഡിക്ക് കഴിയും. പക്ഷേ ഇഡിയുടെ ഒരു സ്വതന്ത്രമായ നടപടിക്രമങ്ങളിലേക്ക് പ്രതികളെ കിട്ടേണ്ടതുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പങ്കാളിത്തമുണ്ട് എന്ന് ഇതിനകം വിലയിരുത്തിയ മറ്റാളുകൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു രാജ്യാന്തര നെറ്റ്വർക്കിന്റെ സാധ്യത സംശയിക്കപ്പെട്ടിരുന്നു. ഇതടക്കം പങ്കുള്ള, അതായത് SIT അന്വേഷണം നിഴലിൽ നിൽക്കുകയോ എന്നാൽ മറ്റു നടപടികളിലേക്ക് കടക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോകാം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന പക്ഷം സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും എന്നാണ് ഇതിന്റെ ഒരു സവിശേഷത. അതായത് ഒരു കേന്ദ്ര ഏജൻസി സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിലേക്ക് വളരെ വേഗത്തിൽ കടക്കുന്നു, നിർണായകമായ നീക്കങ്ങളിലേക്ക് പോകുന്നു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു പക്ഷേ ഈ കേസിൽ ആദ്യം മുതൽ പറഞ്ഞു കേൾക്കുന്ന ദൈവതുല്യരായ ചിലർ എന്ന വാക്കുണ്ട്. അതിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കോ അതല്ലാതെ മറ്റുന്നതരിലേക്കോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോയാൽ അത് സ്വാഭാവികമായും അന്വേഷണം നിയമപരമായ നടപടി എന്നതിനപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയമായി പല മാനങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പലവിധ ആരോപണങ്ങൾ, ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും അവശേഷിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകൾ, സൂചനകളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ ഇതിനകം കേരളം ചർച്ച ചെയ്തതുമാണ്. അത്തരം നടപടികളിലേക്ക് പോകുമോ? എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നീക്കം? ആദ്യഘട്ട നടപടി ഏതായാലും ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസ് അയച്ചവരിൽ ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്കായിരിക്കും പോവുക. അതിനും അപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക കേസായതിനാൽ അവർ സംശയ നിഴലിൽ നിർത്തുന്ന, അതിനുശേഷം ചോദ്യം ചെയ്തതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തുന്ന ആളുകളുടെ അറസ്റ്റിലേക്ക് പോകാം എന്നതാണ്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ നടപടിയാണ്. അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ മറ്റ് ഉന്നത ബന്ധങ്ങൾ, ഏറ്റവും പ്രധാനം സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അതായത് ശബരിമലയിൽ മാത്രമല്ല പല ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ചും സമാനമായ ഇഡിയുടെ ഊഴമാണ്. ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.